എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൊടുക്കുക എടുക്കുക എന്ന ഒരു വിഷയമാണ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഗിവ് ആൻഡ് ടേക്ക് പോളിസി. അതായത് നമ്മൾക്ക് എന്തെല്ലാം ആഗ്രഹമുണ്ടോ, എന്തെല്ലാം വേണമെന്ന് ചിന്തിക്കുന്നു, അതെല്ലാം ആദ്യം നമ്മൾ കൊടുക്കാൻ പഠിക്കുക. ഉദാഹരണത്തിന്, എനിക്ക് സ്നേഹം വേണം, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എന്ന വിചാരമുണ്ട്. അല്ലെങ്കിൽ എന്നെ ആരും ബഹുമാനിക്കുന്നില്ല, എന്നെ ആരും വകവയ്ക്കുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ അപ്പോൾ നമ്മൾക്ക് ആ ആഗ്രഹം, നമ്മൾക്ക് എന്താണോ ആഗ്രഹം, അത് നമ്മൾക്ക് മറ്റുള്ളവർക്ക് ധാരാളമായിട്ട് കൊടുക്കുക. അതായത് സ്നേഹം വേണമെങ്കിൽ സ്നേഹം ധാരാളം കൊടുക്കുക. നമ്മൾക്ക് ചുറ്റുമുള്ളവരോട് യാതൊരു പ്രതിഫലേച്ഛമില്ലാതെ നിർലോഭമായിട്ട് കൊടുക്കുക. സ്നേഹവും അതുപോലെ തന്നെ ബഹുമാനം, ആരെയും ബഹുമാനിക്കുക, എല്ലാവർക്കും സ്നേഹം കൊടുക്കുക. തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് തിരിച്ചു വരും. സ്നേഹം, ബഹുമാനം, എന്താഗ്രഹമുണ്ടോ, ഏതെല്ലാം ക്വാളിറ്റീസ്, ഏതെല്ലാം സ്വഭാവവിശേഷങ്ങളാണ് അല്ലെങ്കിൽ ആഗ്രഹങ്ങളാണ് നമ്മളിലുള്ളോ അതെല്ലാം നമ്മൾ കൊടുക്കുക ആദ്യം. തീർച്ചയായിട്ടും അതിൻ്റെ 4 ഇരട്ടി നമ്മളിലേക്ക് തിരിച്ചു വരും. അങ്ങനെയാണ് നമ്മുടെ പ്രകൃതി സെറ്റായിട്ടുള്ളത്. ചിലരുണ്ട് ആർക്കും ഒന്നും കൊടുക്കില്ല, എല്ലാം ഇങ്ങോട്ട് വേണം, എനിക്ക് വേണം, വൺ വേ ആണ്. എല്ലാം വേണം എന്നുള്ള ആഗ്രഹം. ഈ വേണം എന്നുള്ള ആഗ്രഹം അതിനെയാണ് ആസുരീയത എന്ന് പറയുന്നത്. അവരൊന്നും കൊടുക്കില്ല, അവർക്കെല്ലാം വേണം. അതേസമയം ദേവീദേവതന്മാരെങ്ങനെയാണ്? കൊടുത്തുകൊണ്ടേയിരിക്കും. അവരുടെ ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ? കൈ ഇങ്ങനെ കൊടുക്കുന്ന ഒരു കൈയാണ്. കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് അതിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തനിക്ക് മുന്നിൽ വരുന്ന എല്ലാ ഭക്തർക്കും. എന്താ കൊടുക്കുന്നത്? അവർക്ക് ആവശ്യമുള്ളത് സ്നേഹം വേണം, സമാധാനം വേണം, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് കുചേലന്റെ കഴിവ് വേണം, ഭാവം കണ്ടെത്തുന്നത്, ആനന്ദം വേണം, അത് തട്ടിപ്പറിച്ച് 2 പ്രാവശ്യം ഭാവം കഴിച്ച് 3ാമത് കഴിക്കുമ്പോൾ കൊടുപ്പിണി ദേവി. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മളിലെ ഗുണങ്ങൾ വർദ്ധിക്കുന്നതോറും നമ്മളിൽ തന്നെ നമ്മളിലുള്ള ആന്തരിക ശക്തി വർദ്ധിക്കുകയാണ്. ഓരോ നമ്മളിലെ ദൈവികത്വം വളരുകയാണ്. അങ്ങനെയാണ് ദേവീദേവന്മാർ ദേവി അത് പൊസിഷനിലേക്ക് എത്തിയത്. കൊടുക്കാതിരിക്കുക, നമ്മൾ ഞാൻ എൻ്റെ നിന്ന് ആർക്കൊന്നും കൊടുക്കില്ല എന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഗുണങ്ങളിൽ നമ്മൾ അടിച്ചമർത്തുകയാണ്. നമ്മളുടെ ഒരു വിപരീത സ്വഭാവമാണ് കുശുമ്പ് അല്ലെങ്കിൽ അസൂയ എന്നുള്ള ദുർവികാരങ്ങളാണ് വളരുന്നത്. നമ്മുടെ ആത്മീയ ഉത്കർഷയെ തടയുകയാണ് നമ്മളപ്പോൾ ചെയ്യുന്നത്. അതായത് നമ്മളിൽ ആസുരീയതയാണ് വളരുന്നത്. അതൊരിക്കലും ഭൂഷണമല്ല, നമ്മൾക്കൊന്നും കിട്ടാനും പോകുന്നില്ല. എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും നമ്മളിലേക്ക് തിരിച്ചു വരും. അതായത് ആസുരീയത വളർത്താതെ നമ്മൾ ഈശ്വരീയത, അതായത് സൽസ്വഭാവങ്ങൾ, സൽഗുണങ്ങൾ നമ്മൾ വളർത്താൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ദൈവിക ഗുണങ്ങൾ നമ്മളിലേക്ക് ധാരണ ചെയ്യണം. തീർച്ചയായിട്ടും ഇന്ന് ആരൊക്കെ സുഖമായിട്ടോ സന്തോഷമായിട്ടോ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മുജ്ജന്മങ്ങളിലെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. അതായിരിക്കും ഈ തിരിച്ചു വരണം എന്നുള്ളത് 100% ഉറപ്പാണ്. അതാണ് പ്രകൃതി നിയമം. പ്രകൃതിക്ക് കൃത്യമായ നിയമങ്ങളുണ്ട്, അതനുസരിച്ചാണ് പ്രകൃതി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ചിലരുണ്ട്, ഞാൻ ആരൊക്കെ എന്തെല്ലാം നന്മ ചെയ്താൽ ഒരു നല്ല വാക്ക് പറയുക ഇല്ല, അയ്യോ അവരെങ്ങാൻ നന്നായി പോവോ, അവരെങ്ങാൻ സന്തോഷിക്കില്ലേ എന്നുള്ള കുശുമ്പെടുക്കും. ചിലർ എത്ര നല്ല നന്മ കാണിച്ചാലും ഒരു അഭിനന്ദന വാക്ക് പറയില്ല, അപ്പോഴും കുശുമ്പാണ് വരുന്നത്, അല്ലെങ്കിൽ അധമമായ ചിന്തകളാണ് വരുന്നത്. അത് മറ്റുള്ളവർക്കല്ല ദോഷം, അവനവൻ്റെ വ്യക്തിത്വത്തെ, അവനവൻ്റെ ആത്മീയ ഉത്കർഷയെ തടയുകയാണ് ചെയ്യുന്നത്. ആസുരീയത വളർത്തുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെയുള്ളവർ നന്നാവില്ല. പക്ഷേ അവരും ഈ ഭൂമിയിൽ ജീവിക്കും, പക്ഷിമൃഗാദികളൊക്കെ ജീവിക്കുന്ന പോലെ തിന്നും കുടിച്ചും ജീവിച്ച് മരിക്കും, അത്രയേ ഉള്ളൂ. ഒരു ഉത്കൃഷ്ടമായൊരു ജീവിതമാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ദൈവികമായ നല്ലൊരു ജീവിതം സ്വന്തം ജീവിതത്തിലുണ്ടാവില്ല, മറ്റുള്ളവർക്ക് അവരെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. അങ്ങനെ ജീവിക്കാതെ നമ്മുടെ ജീവിതം ഉത്കൃഷ്ടമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതായത് കൊടുക്കുമ്പോഴാണ് കിട്ടുക. ഇപ്പം ഭൗതികമായിട്ടാണെങ്കിൽ പറയാം, നമ്മുടെ പുരാണത്തിൽ തന്നെയുണ്ട്, കുചേലൻ ദാരിദ്ര്യം പിടിച്ചിട്ട് ഒന്നുമില്ല, വസ്ത്രം പോലുമില്ല, ആഹാരമില്ല കഴിക്കാൻ, ദാരിദ്ര്യ ദുഃഖം, ഇത്രയേറെ ദാരിദ്ര്യം ദുഃഖം അനുസരിച്ച് കുചേലൻ
എൻ്റെ ഭാര്യ പറയും ഭഗവാൻ കൃഷ്ണൻ കൂട്ടുകാരനല്ലേ പോയി എന്തെങ്കിലും ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ മടിയായിരുന്നു. അവസാനം ഭാര്യയുടെ നിർബന്ധപ്രകാരം പോകാമെന്ന് വെച്ചു. എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ കാണാൻ പോകുമ്പോൾ. അത് പറഞ്ഞപ്പോൾ ഭാര്യ തലേദിവസം രാത്രി അടുത്ത വീടുകളിലൊക്കെ പോയി കുറച്ച് കല്ലും മണ്ണും നിറഞ്ഞ കുറച്ച് നെല്ല് കിട്ടി. അത് കൊണ്ടുവന്ന് രാത്രി ഇടിച്ച് അവലാക്കി ഒരു കിഴി കെട്ടിക്കൊടുത്ത് വിടണം. രാവിലെ തന്നെ വെളുപ്പിന് എഴുന്നേറ്റ് പോവണം. ഒരു അതൊക്കെ പഠിച്ചിട്ടില്ലേ, പൊളിഞ്ഞ കുടയൊക്കെ ഇട്ട് കീറിയ വസ്ത്രമൊക്കെ ഇട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൃഷ്ണന് ഭഗവാന് കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം. നമുക്കങ്ങനെയല്ലേ, നമ്മുടെ കൂടെ പണ്ട് പഠിച്ചവരെ കണ്ട നമുക്ക് എന്താ സന്തോഷം. അങ്ങനെ ആ സതീർത്ഥിനെ കണ്ടോട് ഭയങ്കര സന്തോഷമായി. പിടിച്ചിരുത്തി കാലൊക്കെ കഴിയിച്ചു. പഴയ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു സന്തോഷിച്ചു. കുറേ നേരം സന്തോഷിച്ചു. പോകാറായപ്പോൾ കുചേലൻ അങ്ങനെ പോവാണ്. കുചേലൻ ചോദിച്ചിട്ടില്ല എന്തിനാ വന്നതെന്ന് പോലും മറന്നുപോയി. സൗഭാഗ്യം പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ദേവി കയറി പിടിച്ചത്. അങ്ങനെ ഒരു പിടി അവൽ കൊണ്ട് കുചേലൻ എന്താ നേടിയേ? സകല സൗഭാഗ്യങ്ങളാണ് ആ ജീവിതത്തിൽ നേടിയത്. നമ്മളും അതുപോലെ ഒരു പിടി അവൽ കൊടുക്കാനെങ്കിലും തയ്യാറായി കഴിഞ്ഞാൽ അത്